ഓക്കെ. ഞാൻ അതിൽ വിളിച്ചു, ഫോൺ എടുക്കണ്ട. ആ നമ്പറിലില്ലേ, നിങ്ങളെ മൊബൈലല്ലേ അത്, ആ നമ്പറിൽ എടുത്ത് നോക്കിയാൽ എന്റെ വക 17 മിസ് കോൾ വന്നു. എന്റെ നമ്പറിൽ എന്റെ വക 17 മിസ് കോൾ ആ നമ്പറിൽ ഞാൻ വിളിച്ചതുണ്ട്. രാവിലെ തൊട്ട് കുത്തിരുന്ന് വിളിക്കുകയാണ്. ചോറ് പോലും കഴിച്ചില്ല ഈശ്വര, സത്യം. അമ്മതും നീന്തോ പൊരിച്ചു വെച്ച് അതിന്റെ മണം അടിച്ചിട്ടാണെങ്കിൽ എനിക്ക് വയ്യ. ഈ കംപ്ലൈന്റും ഇത് പറയണമെന്ന്. ആ, ഇത് ഞാൻ മെയിനായിട്ട് വിളിച്ചതുണ്ടല്ലോ. ഞാൻ ഇതിലൊരു കോൺടെസ്റ്റ് ചേർന്ന് എയർസെല്ലിന്റെ, നിങ്ങൾ മെസ്സേജ് അയച്ചെന്തൊരു കോൺടെസ്റ്റ്. എന്റെ കൂട്ടുകാരന് സമ്മാനം കിട്ടിയപ്പോഴാണ് ഞാൻ ചേർന്നത്. ഹലോ, കേൾക്കണുണ്ടോ? ആ, എന്റെ കൂട്ടുകാരന് 2 ഗൃഹലക്ഷ്മി ഫ്രീ കിട്ടി, അല്ല സമ്മാനമായിട്ട് കിട്ടി. അപ്പൊ എനിക്ക് ഗൃഹലക്ഷ്മി വേണ്ട, ഒരു കളിക്കുടുക്കയും ഒരു ബാലരമയും മതി. അത് പറയാനാണ് വിളിച്ചത്. ഞാൻ ബാലരമയെ വായിക്കൂ, അനിയൻ കളിക്കുടുക്ക വായിക്കും. അപ്പൊ ഗൃഹലക്ഷ്മി കിട്ടിയ അത് വായിക്കാൻ പറ്റില്ല. എനിക്ക് വനിതയാലും കുഴപ്പമില്ല. എനിക്ക് മെയിനായിട്ട് ബാലരമയാണ് വേണ്ടത്. എനിക്ക് മെയിനായിട്ട് പിന്നെ ബാലരമയുടെ പോസ്റ്റർ ഉണ്ടല്ലോ, നടുക്ക് കിട്ടുന്ന പോസ്റ്റർ, അത് വേണം. അത് ഇളക്കിയെടുത്തിട്ടല്ല അയക്കേണ്ടത്. ഓക്കെ. ഹലോ, ഹലോ, കേട്ടില്ലേ? ആ, പിന്നെ ചേച്ചി എനിക്ക് കുറച്ച് കോളർ ടോൺ വേണം. ഹലോ ചേച്ചി, ഞാൻ വിളിച്ചു. അത് എന്തിന് ചേച്ചി, എന്തിന്? ചേച്ചിയുടെ പേരെന്ന് പറയൂ ചേച്ചി. ഒന്നുകൂടെ പറയാം. ഞാൻ എന്റെ പേര് ഒന്നുകൂടെ പറയാം, ചേച്ചിയുടെ പേര് ഒന്നുകൂടെ പറയാം. ചേച്ചി എന്താണ് ചേച്ചി, കസ്റ്റമേഴ്സിന്റെ ഒരു വിശ്വാസം നിങ്ങളുടെ നമ്മളെ ഇങ്ങോട്ട് വിളിച്ച് ശല്യപ്പെടുത്തിയല്ലേ. അപ്പൊ ചേച്ചി എന്തോ ചേച്ചി പ്ലീസ് ചേച്ചി, ഞാനൊന്ന് പറയുന്നേക്കൂ. അപ്പൊ നിങ്ങളുടെ കമ്പ്യൂട്ടർ റെക്കോർഡ് ചെയ്യുന്ന ചേച്ചി ഉണ്ടല്ലോ, കമ്പ്യൂട്ടറിൽ ഒരു ചേച്ചിയുടെ സൗണ്ട് റെക്കോർഡ് ചെയ്തിട്ടുണ്ടല്ലോ, ആ ചേച്ചി എന്നെ ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് വിളിച്ചത് ശല്യപ്പെടുത്തുന്നറിയാമ്പോ. രാവിലെ ഞാൻ ഉറക്കണെങ്കിൽ തന്നെ ആ ചേച്ചി വിളിച്ചാണ്. ഹലോ ഹലോ, നിങ്ങൾ കേൾക്കുന്നത് എയർടെലിന്റെ കോളർ ടൂൺ. ഞാൻ 2-ൽ നിൽക്കൂ യേശുദാസ് ഹിറ്റ്സ്, 3-ൽ നിൽക്കൂ ശങ്കർദാസ്. ഇത് രാവിലെ ഒരു പെണ്ണ് വിളിച്ച് സംസാരിച്ചില്ല, കസ്റ്റമർ കെയർ ഇല്ല, ഗൃഹലക്ഷ്മിനെ പറ്റി. എനിക്ക് അതും ആ സാധനവും കട്ട് ചെയ്ത് കളയണേ. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് യേശുദാസ് പാടിയ ജാസി ഹിറ്റിന്റെ പൊന്നേ പൊന്നമ്പി ഈ പാട്ട് വേണം. ചേച്ചി ഞാൻ പറഞ്ഞില്ലേ ചേച്ചി, ഞാൻ അതിൽ വിളിച്ച് എടുക്കണില്ല. ഞാൻ പറഞ്ഞില്ലേ 17 മിസ് കോള് കാണും അതിലെന്റെ. ബാലൻസിന്റെ കാര്യം പറയണ്ട. ഇന്ന് രാവിലെ 2 രൂപയ്ക്ക് മെസ്സേജ് ഓഫർ ചെയ്തിട്ടിരിക്കുകയാണ്. മെസ്സേജ് ഓഫർ മാത്രമേ ചേച്ചി കസ്റ്റമർ കെയറിൽ മെസ്സേജ് അയച്ചാൽ തിരിച്ചു വല്ലതും വിളിക്കൂ? അല്ല, ഇപ്പൊ ഡിസ്റ്റി ഒരു സെറ്റപ്പ് ഉണ്ട്, മറ്റേ മെസ്സേജ് അയച്ചാൽ തിരിച്ചു വിളിക്കണത്. നിങ്ങളിങ്ങനെ തിരിച്ചു വിളിക്കണ വല്ല സെറ്റപ്പും ഉണ്ടോ? അതെന്ത് ചേച്ചി അങ്ങനെ? നിങ്ങളുടെ എയർസെല്ലിന്റെ ചേച്ചി പ്ലീസ് ചേച്ചി, ഞാൻ നിങ്ങളുടെ ഒരു ഭാഗ്യ കസ്റ്റമറാണ്. നിങ്ങൾക്ക് ഞാനൊരു കസ്റ്റമറെ ലഭിച്ചതിന് നിങ്ങൾക്ക് സന്തോഷവും അതുപോലെ നിർഗളവും അനർഗളവുമായ പല, സത്യം പറഞ്ഞാൽ ഞാൻ എയർസെൽ എടുത്ത് എന്ന് അറിഞ്ഞപ്പോഴാണ് എന്റെ ഗ്രാമത്തിൽ എല്ലാവരും എയർസെൽ എടുത്തത്. ഇപ്പം എന്റെ വീടിന്റെ അടുത്തുള്ള രാധാമണി അമ്മുമ്മര്, അവരിപ്പം എപ്പോഴും അമേരിക്കയിൽ ഇരിക്കുന്ന അമ്മുമ്മേരെ ഭർത്താവിനെ വിളിച്ച് സംസാരിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ സത്യം പറയാൻ കണ്ണിന് പൊന്നീച്ചുറക്കും. ആ, പെട്ടെന്ന് പറയും. പേര് പറയാതെ പറ്റൂല. പേര് പറയാതെ ചേച്ചി പ്ലീസ് വെക്കില്ലേ ചേച്ചി. ഹലോ ചേച്ചി, ഹലോ ചേച്ചി ക്ഷമിക്കണം ചേച്ചി ക്ഷമിക്കണം.
ചേച്ചി ചേച്ചി വെക്കല്ലേ ചേച്ചി ചേച്ചി ഞാനൊരു കസ്റ്റമറാണ് ചേച്ചി ചേച്ചി എന്തുവാ എവിടെ ശരി 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 ചേച്ചി ശരി 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 ചേച്ചിയുടെ പേര് ചേച്ചിയുടെ പേരൊന്ന് പറയൂ ചേച്ചി അത് പറഞ്ഞിട്ട് ഞാൻ ആ ശരി പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ എയർടെല് നെറ്റ് ഉണ്ടല്ലോ ഹലോ അല്ല അല്ല എടുത്തിട്ടുണ്ട് 14 രൂപയുടെ നെറ്റ് എടുത്തിട്ടുണ്ട് ഞാൻ 14 രൂപ നെറ്റ് എടുത്തിട്ടുണ്ട് അറിയാമോ 14 രൂപ 3 ദിവസത്തേക്ക് ഞാനപ്പം ഞാൻ സാധാരണ ചന്തയിൽ മീൻ വാങ്ങിക്കാൻ പോകുന്നത് മാപ്പിൽ കൂടെ നെറ്റ് നോക്കിയിട്ടാണ് അപ്പോഴേ എന്റെ വീടിന്റെ അടുത്താണ് ഉള്ളൊരു ചന്ത ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോ ഉള്ളൊരു ചന്ത കാണാനില്ല ചേച്ചി ഞാൻ ആദ്യം എയർടെലിന്റെ ഒരു കസ്റ്റമർ ആയിരുന്നു പിന്നീട് എയർസെല്ലിൽ നിന്ന് മാറാൻ കാരണം തന്നെ ഈ എയറും സെല്ലും കൂടെ ഒരുമിച്ചുള്ളപ്പോൾ ഇത്തിരി കൂടെ വലിയ സെറ്റപ്പ് ആയിരിക്കും എന്ന് കരുതിയാണ് ഞാൻ മാറിയത് എയർടെൽ എന്ന് പറയുമ്പോൾ എയർടെല്ലും മെറൈൻ ഡ്രൈവിൽ പോയിട്ടുണ്ടോ? മെറൈൻ ഡ്രൈവിൽ പോയിട്ടുണ്ടായിരുന്നു